എൽറോയി എന്ന ഈ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ നല്ല പ്രേക്ഷകർക്കും യേശുനാമത്തിൽ സ്നേഹ സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. പ്രപഞ്ചം ഒരു പാഠശാലയാണ്. തുറവിയോടുകൂടി നോക്കുന്നവന് കാണാനും മനസ്സിലാക്കാനും നിരവധിയുണ്ട്. ഇതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് സൂചന നൽകുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വിവേചിച്ചറിയുക. കർഷകന് കൃഷി ഇറക്കേണ്ട സമയം എപ്പോഴെന്നറിയാം. മുക്കുവന് കടലിൻ്റെ രൂപഭാവങ്ങൾ, ഭാവവ്യത്യാസങ്ങൾ മാറുന്നത് എപ്പോഴ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പ്രഭാതത്തിലെ മഞ്ഞുകണങ്ങൾ മഴ മാറിയതിൻ്റെ സൂചനകളാണ്. അനുഭവങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഈയൊരു തിരിച്ചറിവ് ആത്മീയ ജീവിതത്തിലും ഉണ്ടാകണം. ചിലപ്പോൾ അടയാളങ്ങൾ വരാനിരിക്കുന്ന ചിലതിൻ്റെ സൂചനകളാവാം. ഇവ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ കപടലോകത്ത് ജീവിക്കുന്നവർ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്തെ പ്രമേയവും, കപടത. കപടത സ്വയം നീതീകരണമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നുണ്ട്. ഫരിസേയനാകട്ടെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ നീതീകരിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ അവന് ദേവാലയത്തിൽ നിന്ന് ഒന്നുമില്ലാത്തവനെ പോലെ, നീതീകരിക്കപ്പെടാത്തവനെ പോലെ തിരികെ പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ചുങ്കക്കാരനാകട്ടെ ദേവാലയത്തിൻ്റെ മൂലയിലിരുന്ന് പാപിയുടെ മനസ്താപത്തോടുകൂടെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നീതീകരിക്കപ്പെട്ടവനായി, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി അവന് തിരികെ പോകുവാൻ സാധിച്ചു. സ്വയം നീതീകരണമെന്ന് പറയുന്നത് കപടതയാണ്. 2, ഇതൊരു അന്ധതയാണ്. കപടതയുടെ പ്രതിരൂപങ്ങളായാണ് നിയമജ്ഞരെയും ഫരിസേയരെയും നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. യാഥാർത്ഥ്യത്തെ മറച്ച് പൊയ്മുഖം കാട്ടിയ അവരെ യേശു വിളിച്ചിരുന്നത് അന്ധർ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഇല്ലാത്തത് എപ്പോഴും തുറന്നു കാട്ടുവാനുള്ള ഒരു മനോഭാവം, അന്ധതയിൽ നിന്ന് ഉയരുന്നതാണ് ഈ ഒരു കാര്യം. 3, കപടതയിൽ ഒരു പ്രകടന പരതയുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 2, 5, 16 തിരുവചനങ്ങൾ. മറ്റുള്ളവരെ കാണിക്കുവാനായി, ഇല്ലാത്തതുപോലും പ്രകടിപ്പിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്. ഉള്ളോ വെറും പൊള്ളയാണെന്ന് കാണുന്നവർക്ക് തിരിച്ചറിയുവാനായിട്ടും സാധിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, കപടത എന്നത് ഒരുതരം മൂടുപടയം അണിയലാണ്, യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. യേശു പറഞ്ഞില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രിയമുള്ളവരെ, സത്യത്തെ സ്നേഹിക്കുവാനും അത് അംഗീകരിക്കുവാനും ആദരിക്കുവാനുമായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും പേരിന് കാരണഭൂതരായ സ്വർഗീയ മധ്യസ്ഥരുടെ മാധ്യസ്ഥ്യവും സംരക്ഷണവും നാം എല്ലാവരോടുമൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.